ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വചനം പ്രഭാതത്തിൽ കർത്താവ് തന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായം 8-ാം വചനമാണ്. വിമോചനം കർത്താവിൽ നിന്ന്. കർത്താവിൻ്റെ അനുഗ്രഹം തൻ്റെ ജനത്തിന് മേൽ എന്നേക്കും നിലനിൽക്കുന്നു. ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിതങ്ങളെ കണ്ടെത്തുമ്പോൾ പല വിധത്തിലുള്ള കെട്ടുപാടുകളിൽ ബന്ധനങ്ങളിലായിരിക്കുന്ന ജീവിതങ്ങളെ കാണുന്നുണ്ട്. അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി പലരും പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈശോയുടെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്, നീ എന്തൊക്കെ ചെയ്താലും വിമോചനം ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് നിന്നെ വിമോചിപ്പിക്കുന്നത്, ദൈവമാണ് നിന്നെ വിടുവിക്കുന്നത്. കർത്താവിൽ നിന്നാണ് വിമോചനം. പാപത്തിൽ നിന്നുള്ള മോചനം, മരണത്തിൽ നിന്നുള്ള മോചനം, രോഗത്തിൽ നിന്നുള്ള മോചനം, അങ്ങനെ എല്ലാത്തിൽ നിന്നുള്ള ഒരു മോചനം കർത്താവാണ് നൽകുക. ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ചില വ്യക്തികളൊക്കെ കെട്ടുപാടുകൾ പേടിച്ച് ഇതിനെങ്ങനെ മോചനം പ്രാപിക്കും, എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട്, പലരും വിളിക്കാറുണ്ട്, സിസ്റ്ററെ ഇങ്ങനെ വിഷയങ്ങളാണ്, എന്താണ് സൊല്യൂഷൻ? പ്രിയപ്പെട്ടവരെ, സൊല്യൂഷൻ നമുക്ക് കർത്താവ് മാത്രമാണ്. എന്താണ് കോസ് എന്ന് കാണുന്നതിനപ്പുറത്ത് നിനക്കൊരു കോസ് ഉണ്ടെന്ന് നീ തിരിച്ചറിയുമ്പോൾ ആ സൊല്യൂഷൻ തരുന്ന ഈശോയിലേക്ക് ഒന്ന് തിരിയാൻ പറ്റിയാൽ, ആ വിമോചകനായ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താൻ നമുക്ക് പറ്റിയാൽ, എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ അനുഗ്രഹം തലമുറകളോട് നമ്മുടെ ജീവിതത്തിൽ കൂടെ നിൽക്കും. ഇവിടെ നമുക്കൊരു കാര്യം തീരുമാനിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുപാടും മോചനം ഈശോയിലേക്ക് തിരിയാം.